ഇതാ ഞാൻ കിച്ചൻ്റെ യൂട്ടിലിറ്റി ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്യുകയാണ്. അപ്പം നമുക്ക് യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ഭാഗമില്ല. കിച്ചൻ്റെ ഒരു കുക്കിംഗ് സ്റ്റൗ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ഭാഗം, അതായത് വാഷിംഗ് മെഷീനും ഡിഷ് വാഷറും വെക്കാനുള്ള കറക്റ്റ് സ്പേസ് ആയിട്ടാണ് അവർ യൂട്ടിലിറ്റി ഏരിയ തന്നിരിക്കുന്നത്. കിച്ചൻ്റെ ഉള്ളിൽ തന്നെയാണ്, കിച്ചൻ്റെ പുറത്തായിട്ടല്ല, കിച്ചൻ്റെ ഉള്ളിൽ തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ. ഇത് ഫുഡ് പ്രോസസ്സറാണ്. അപ്പോൾ ഫുഡ് പ്രോസസ്സറിൻ്റെ അടിയിൽ റബ്ബറുണ്ട്. അപ്പോൾ ആ റബ്ബർ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ മേലെ വയ്ക്കുമ്പോഴത്തേന് അതിലിങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ്സായിട്ടിരിക്കും. പിന്നെ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ നീക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഫുഡ് പ്രോസസ്സർ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റും. കിച്ചണിൽ മൊത്തം ഗ്രാനൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഭാഗം കൂടെ ഞങ്ങൾ പറഞ്ഞിട്ട് എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് ഗ്രാനൈറ്റ് ഇടിച്ചു. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലേക്കാണ് ഗ്രാനൈറ്റ് പിടിപ്പിച്ചേക്കുന്നത്. അതായത് നമുക്ക് വാഷിംഗ് മെഷീൻ വെച്ച് കഴിഞ്ഞിട്ടും കുറച്ചുകൂടെ സ്പേസ് വേണം, അല്ലെങ്കിൽ ഇറുകി പോകും. അത് ഇപ്പുറത്തെ കൗണ്ടർ ടോപ്പിൻ്റെ അതേ ലെവലിൽ വന്നാൽ നമുക്ക് വാഷിംഗ് മെഷീനും ഡിഷ് വാഷറൊന്നും വെക്കാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് പുറത്തേക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ അവിടെ കൗണ്ടർ ടോപ്പ് പിടിപ്പിച്ചത്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഞാൻ എയർ ഫ്രയറും മിക്സിയും ഫുഡ് പ്രോസസ്സറും ഓവനും വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവൻ കബേർഡിലായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ അവിടെ വെച്ചില്ല, ഇവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓവൻ വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ, അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ചൂടാക്കാനും ഒക്കെ എളുപ്പം ഇങ്ങനെ വെക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെയൊക്കെ എടുത്ത് ഒന്ന് തുടച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതുകൊണ്ട് ഓരോ ഭാഗങ്ങളെടുത്ത് തുടയ്ക്കുകയാണ്. ഇപ്പം ഞാൻ ഈ ഒരു മിക്സി ചെയ്തെടുത്തിട്ട്, ഇത് ബട്ടർഫ്ലൈയുടെ മിക്സിയാണ്. ഇത് എടുത്തിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വെച്ചു. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അസസ് ചെയ്യാം. മറ്റേതാകുമ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വലിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. ഈ മിക്സി എടുത്ത് ഞാൻ ഓവൻ്റെ റൈറ്റ് സൈഡിൽ വെച്ചു. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സൈഡിൽ നിന്നിട്ട് മിക്സി ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം മിക്സി അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മിക്സി ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനും വയ്ക്കാനും അത്രയും ചെറിയൊരു സ്പേസ് മതി. അപ്പോൾ ഉപയോഗിക്കാൻ നല്ല ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓവൻ്റെ ബാക്ക് സൈഡിലായിരുന്നു നേരത്തെ വാഷിംഗ് മെഷീൻ്റെയും ഡിഷ് വാഷറിൻ്റെയും സ്വിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതെനിക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്നുണ്ട്. നേരത്തെ അതിൻ്റെ ബാക്കിലായതുകൊണ്ട് ഉപയോഗിക്കാൻ അങ്ങനെ ഓൺ ചെയ്ത് തന്നെ ഇടുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മിക്സിയുടെ വള്ളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പടിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം വൃത്തിയാക്കി വെച്ചു. പിന്നെ വാഷിംഗ് മെഷീൻ്റെ അടിയിൽ 2 ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെയും ഡിഷ് വാഷറിൻ്റെ മേലെയായിട്ട് ചെളിയും വെള്ളമൊന്നും വീഴാതിരിക്കാൻ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്തൊന്ന് കുടഞ്ഞ് നന്നായി തുടച്ചിട്ടു. മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ കിച്ചൺ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ കബേർഡൊന്നും തുടച്ച് അങ്ങനെയൊന്നും പോയിട്ടില്ല. ഇങ്ങനത്തെ കൗണ്ടർ ടോപ്പും അങ്ങനത്തെ ഏരിയയും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ എപ്പോഴും ക്ലീൻ ചെയ്തിടുക. ഇത് ഞാനിവിടെ ചൂല് തൂക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ബാൽക്കണി കൊണ്ട് വയ്ക്കണം. അതെപ്പോഴും ബുദ്ധിമുട്ട്, എപ്പോഴും അവിടെ പോയി എടുക്കുക എന്നുള്ളത്. ചൂലിന് ഹോളാണ്, ചെറിയ തുളയുണ്ട്. ആ തുളയിൽ കൂടെ വള്ളി ഇട്ടിട്ട് ഇങ്ങനെ തൂക്കിയിടാം. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ സൈഡിലോട്ട് ഡിഷ് വാഷിൻ്റെ സൈഡിലോട്ട് കയറ്റി വെച്ചാൽ ആരും കാണത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം ഇതുണ്ടാവും ഈ ഒരു ഭംഗി ഇതുപോലെ നല്ല വൃത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് അലമാരിയുടെ വാതിലല്ലായിരുന്നുണ്ടായിരുന്നത്, അത് ഞാൻ അവിടെ നിന്ന് പുറത്തെടുത്ത് ഇവിടെ വെച്ചു. ഇത് ടോൾ യൂണിറ്റാണ്, അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ഒരു ഭാഗമാണിത്. ഇവിടെ ഒന്ന് വൃത്തിയാക്കാനായിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയില്ലാണ്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണത്. അത് നമ്മൾ അവിടെ ഹാൻഡിൽ നമ്മൾ തൂക്കിയിട്ടിട്ടില്ല, ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാനവിടെ കുറേ മൺചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിലിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സിലിക്കോണാണ്. നമ്മൾ ഈ മൺചട്ടിയൊക്കെ വെക്കുമ്പോൾ പൂക്കാതിരിക്കാൻ വേണ്ടി, അതായത് പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്കോൺ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ അടിഭാഗം എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കി. ബാക്കി എല്ലായിടവും ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു. ഏറ്റവും അടിഭാഗം എനിക്ക് കുനിഞ്ഞങ്ങ് അടിച്ച് വാരാൻ മടിയായിരുന്നതുകൊണ്ട് ഞാൻ വൃത്തിയാക്കാതിരുന്നതാണ്. ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ആദ്യം ഒരു ന്യൂസ് പേപ്പർ വെച്ചു. അപ്പോൾ ഞാൻ എപ്പോൾ ആണെങ്കിലും എൻ്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളത്. അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് പോലും കഴിക്കത്തുള്ളൂ, ചിലപ്പോൾ ഉണ്ടാക്കത്തുള്ളൂ. ആദ്യം വൃത്തികേടായി കിടക്കുന്നതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ അടിച്ചൊക്കെ വാരേണ്ടതാണെങ്കിൽ അടിച്ചൊക്കെ വാരിയതിന് ശേഷമേ ഞാൻ കുക്കിങ്ങിലേക്ക് കിടക്കുള്ളൂ. എനിക്ക് കുക്കിങ്ങിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് വീട് വൃത്തിയാക്കൽ, അടുക്കി വയ്ക്കൽ, ഒതുക്കി വയ്ക്കൽ, വീടിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യൽ, ഇതൊക്കെയാണ്. അപ്പം ഞാൻ ഈ ഒരു ബോക്സ്, ഇത് നമ്മൾ സാധനങ്ങൾ വെച്ചേക്കുന്ന ഒരു ബോക്സാണ്. ഇത് ഞാൻ അപ്പുറത്തെ മുറിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ പോയി എപ്പോഴും എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഭാഗം ഒന്ന് വൃത്തിയാക്കിയത്. അപ്പോൾ ഇതാ ഞാൻ ഇത് വയ്ക്കാൻ വേണ്ടി നോക്കുമ്പം എനിക്ക് നമ്മുടെ ഫയർ സേഫ്റ്റിയുടെ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി അസസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വെക്കാമെന്ന് ഓർത്ത് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി. അപ്പോൾ ഇത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ മോനും കൂടെ വന്നിട്ടുണ്ട്. ചില സാധനങ്ങളൊന്നും ചില സമയത്തെടുത്ത് പൊക്കാൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് നമുക്ക് കുട്ടികളെയും കൂടെ കൂട്ടി എല്ലാം വൃത്തിയാക്കാം. അപ്പോൾ അവരും പഠിക്കും, അടുക്കും ചിട്ടയൊക്കെ. അപ്പോൾ ഇതാ ഞാൻ അവിടെ സാധനം അവിടെ വെച്ചു. ഒരു ഓയിലിൻ്റെ ഒരു ബോക്സ് അവിടെ തന്നെ വെക്കാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ഒരു കല്ലുണ്ട്, മാർബിളിൻ്റെ കല്ലാണ്. അത് ഉരുണ്ട്
വന്ന് താഴെ വീഴാതിരിക്കാൻ ഞാൻ വിചാരിച്ചു അവിടെ ഒരു തുണി ഇട്ടിട്ട് അതിൻ്റെ മേലെ കല്ല് വയ്ക്കുവാണ്, ചാരിയാണ് വെക്കുന്നത്, അപ്പോൾ ഉരുണ്ട് വീഴത്തില്ല. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ഒരു ക്യാന് കുറച്ച് ദിവസത്തിനുള്ളിൽ അത് കളയും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ അത്രയും ഭാഗം ഒഴിവാക്കി കിട്ടും. ഇത് ഞാൻ ചപ്പാത്തിയുടെ കല്ല് ഉരുണ്ട് വീഴാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ക്ലോത്ത് ഇട്ടു. ആ ക്ലോത്തിൻ്റെ മേലെ വയ്ക്കുകയാണെങ്കിൽ ഉരുണ്ട് വീഴത്തില്ല. അങ്ങനെ ഞാൻ ഇത്രയും ഭാഗം അടിഭാഗം നല്ല വൃത്തിയാക്കി. ഇപ്പം നമുക്കെല്ലാം പെട്ടെന്ന് എടുക്കാനും പിടിക്കാനും സാധനങ്ങൾ കിച്ചണിൽ നിന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. മറ്റേത് ഞാൻ സാധനം എടുക്കാൻ വേണ്ടി വേറൊരു റൂമിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ബോക്സിലെല്ലാം ഒന്ന് വെച്ചു. കുറച്ചുകൂടെ സാധനങ്ങൾ വെക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഞാൻ എടുത്ത് മാറ്റി ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടിക്കാത്ത സാധനങ്ങളൊക്കെ എടുത്ത് അടച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മേലെ വെച്ചു. പിന്നെ കിച്ചണിൽ തന്നെ ചായപ്പൊടിയൊക്കെ പൊട്ടിച്ചിട്ട് എനിക്ക് അവിടെ അപ്പുറത്ത് വരെ പോകേണ്ടതെന്ന് ഓർത്ത് ഞാൻ കബേർഡിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ അടുക്കി വെച്ചു. നമ്മളെപ്പോഴും കിച്ചൺ അടുക്കി ഒതുക്കി വൃത്തിയായിട്ട് വെക്കുകയാണെങ്കിൽ എപ്പോഴും അത് ഭംഗിയായിട്ടിരിക്കും. ആര് വന്നാലും കണ്ടാലും ഒക്കെ പറയും, ഈ അടുക്കളയ്ക്ക് നല്ല വൃത്തിയുണ്ടല്ലോ എന്ന് പറയും. എനിക്കങ്ങനെ കേൾക്കാനാണ് ഇഷ്ടം കേട്ടോ. കാരണം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിച്ചണിൽ നിൽക്കുന്നതാണ്. അപ്പം കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. അതുപോലെ വീടാണെങ്കിലും അടുക്കും ചുറ്റോടും കൂടെ വെക്കണം. അതുപോലെ തന്നെ ഡ്രസ്സാണെങ്കിലും ഇങ്ങനെ കുഴച്ച് വരിച്ച് മറിച്ചിടുന്നൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴും എല്ലാവരുടെ കബേർഡും നല്ല വൃത്തിയായിട്ട് മടക്കി വയ്ക്കും. ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും പിള്ളേരുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഒക്കെ എത്ര വയ്യെങ്കിലും നല്ല അടുക്കി വൃത്തിയോടുകൂടെ വയ്ക്കും. വീട്ടിലിടുന്ന ഡ്രസ്സാണെങ്കിലും ഒക്കെ അതെ നല്ല വൃത്തിയോടെ അടുക്കി ഒതുക്കി വെക്കത്തുള്ളൂ. ഒരു സ്റ്റോറേജ് ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്രെഡ് അങ്ങനെ പെട്ടെന്ന് കേടായി പോകുന്ന സാധനങ്ങൾ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗം ഞാനൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് ഇച്ചിരി നടുക്കേക്കായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് അങ്ങനെ ആ സൈഡിലോട്ട് വെച്ചിട്ട് അവിടെ ഒരു ടോസ്റ്റർ ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ താഴെ കബേർഡിൽ വെച്ചു. അത് വെക്കാനുള്ള സ്ഥലം കിട്ടിയപ്പോൾ അത് അവിടെ വെച്ചു. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ ഈ കെറ്റിലൊക്കെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവിടെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ അത്രയും സാധനം ആ സ്റ്റാൻഡ് ആ സൈഡിലോട്ട് പോയപ്പോഴേക്കും നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ കുക്ക് ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉണ്ടാക്കി വെക്കാനുള്ളൊരു സ്പേസും കൂടെ കിട്ടി. പിന്നെ ഈ സ്റ്റാൻഡിൽ വെച്ചേക്കുന്നത് നമ്മൾ പിസയിലും പാസ്തയിലും ഒക്കെ ഇടുന്ന സീസണിങ്സും ചായപ്പൊടി പഞ്ചസാര അതൊക്കെയാണ്. പിന്നെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന കുറച്ച് മിഠായിയാണ് നമുക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സാധാരണ ജീരക മിഠായിയും നാരങ്ങ മിഠായിയും ഒക്കെയാണ് ഈ താഴെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗവും കൗണ്ടർ ടോപ്പും. നമുക്ക് ചെറിയ സ്പേസ് ആണ്, പക്ഷേ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ വെക്കുന്നതും എനിക്കിഷ്ടമല്ല. കാരണം നമുക്ക് കൗണ്ടർ ടോപ്പ് എപ്പോഴും കാലിയായിട്ടിരിക്കുന്ന കാണാനല്ലേ ഇഷ്ടം. അപ്പോൾ പക്ഷെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ 2-3-4 കറികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും കൗണ്ടർ ടോപ്പിൽ സാധനങ്ങളുണ്ടാവും, പക്ഷെ അത് വെക്കുമ്പോൾ നല്ല അടുക്കി വൃത്തിയായിട്ട് വയ്ക്കുക. അപ്പോൾ എൻ്റെ കിച്ചൺ ഈ ഒരു ഇതിലാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഇരിക്കുന്നത്. മറ്റേ സൈഡിൽ ഫ്രൂട്ട് ബാസ്ക്കറ്റും അങ്ങനത്തെ സംഗതികളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡാണ് ഇന്ന് വൃത്തിയാക്കിയേക്കുന്നത്.